ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് അമ്മയാക്കുന്ന ഫുഡാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഉറങ്ങിയെണീക്കുമ്പോഴത്തേക്ക് അമ്മ ലാസ്റ്റ് ദോശ വയ്ക്കുന്നുണ്ടായിന്. ആ സമയത്ത് തന്നെ ഞാൻ അവിടെ എത്തി. അങ്ങനെ ആ ദോശേൻ്റെയും വീഡിയോ എടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ ദോശയും പച്ചടിയാണ് ഇന്നത്തെ ഫുഡ് കേട്ടോ രാവിലെ. അങ്ങനെ രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു നമുക്ക് വേഗം മുരിങ്ങ ചപ്പില വറവാക്കാമെന്ന്. അങ്ങനെ മുരിങ്ങ ചപ്പില വരയ്ക്കാൻ വേണ്ടിയിട്ട് വേഗം പാർപ്പിൻ്റെ ഇത് കയറി. അമ്മക്ക് എത്തുന്നതിൽ അമ്മയും പറിച്ചു, ബാക്കി ഞാനും പറിച്ചു. അപ്പോഴത്തേക്ക് ഫുൾ ഉറുമ്പെല്ലാം ഉണ്ടായിന്, ചുവന്ന ഉറുമ്പ്. അങ്ങനെ ചുവന്ന ഉറുമ്പില്ലാത്ത ഇല നോക്കിയിട്ട് പറിച്ചു. ഭയങ്കര കടിയാണ് കേട്ടോ അത്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചിട്ട് വേണം പറിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മക്ക് കഴിയുന്നതെല്ലാം അമ്മയും പറിച്ചു, ബാക്കി ഞാനും പറിച്ചിട്ട് കുറേ വണ്ണാമ്പിലില്ലതും ഇല്ലാത്തതെല്ലാം നോക്കാനെല്ലാം ഉണ്ട്. അങ്ങനെ നല്ലപോലെ നോക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചു ആ പണി. അങ്ങനെ വേഗം അത് കഴുകി തന്നു എനിക്ക്. എന്നിട്ട് താഴെ പോകുമ്പോഴത്തേക്ക് മേഗിയും ചായയെല്ലാം വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ മൂന്നാളും കൂടിയിട്ട് ചൂടോടെ മാഗിയെല്ലാം കഴിച്ചുകൊണ്ടിരുന്നു. മാഗി തിന്നിട്ട് അമ്മ പറഞ്ഞു വേഗം ഇല വൃത്തിയാക്കിത്താ, ഞാൻ വറവാക്കാറുണ്ട്. അങ്ങനെ തേങ്ങ ഉടക്കുന്നുണ്ടായിന്. ആ സമയത്ത് ഞാൻ ഓടിപ്പോയി ഒരു ഗ്ലാസ് എടുത്തിട്ട്. അങ്ങനെ കുറച്ച് തേങ്ങയുടെ വെള്ളം കിട്ടി. തേങ്ങയുടെ വെള്ളം എടുത്തു പിടിച്ചിട്ട് ബാക്കി പണിയെടുക്കും പറഞ്ഞു അമ്മ. അങ്ങനെ തേങ്ങയുടെ വെള്ളം എടുത്തു പിടിച്ചിട്ട് നമ്മൾ രണ്ടാളും പോയിട്ട് വണ്ണാമ്പിലെല്ലാം നോക്കിയിട്ട് ഇല നേരെ ആക്കിയിട്ട് കൊടുത്തു. ബാക്കിയെല്ലാം അമ്മ ആക്കിക്കോളും. അങ്ങനെ മൺചട്ടിയിൽ കടുവും പൊട്ടിച്ചു, വെളുത്തുള്ളിയും പറങ്കിപ്പൊടിയും തേങ്ങയെല്ലാം ഇട്ടിട്ട് അതിലത്തേക്ക് ഇലയും ഇട്ടിട്ട് അടച്ചു വെച്ചു. ഉപ്പ് ഇടണം കേട്ടോ, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടു. ആ സമയം കൊണ്ട് പുളിശ്ശേരി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ ഇതെന്തെന്നിപ്പോൾ അരി വറുത്തിടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ സമയത്തുണ്ട് സൗമ്യനടി വിളിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തേ പറഞ്ഞിട്ട് വേഗം പോയോക്കി. അപ്പോഴത്തേക്ക് ഒരു കുഞ്ഞിരൊടി ആറിയിടുന്നുണ്ടായിന്. അങ്ങനെ പിന്നെ കുറച്ച് നോണയെല്ലാം പറഞ്ഞിട്ട് വന്നു. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് റെഡിയായി. പുളിശ്ശേരിയും മുരിങ്ങാച്ചപ്പിലുപ്പേരിയും മീൻ പൊരിച്ചതും. ഇത്ര കറിയാണ് ഉണ്ടായത് കേട്ടോ. അങ്ങനെ ഈ പൊരിച്ച ചട്ടിയിൽ തന്നെ ഞാൻ എന്താക്കി ഒരു മുട്ടയും പൊട്ടിച്ചിട്ടു. അങ്ങനെ ഒരു മുട്ട ഓംപ്ലേറ്റ് ആക്കാൻ വിചാരിച്ചു. അങ്ങനെ എനിക്ക് മുട്ട ഓംപ്ലേറ്റും പുളിശ്ശേരിയും ചപ്പില വറവും മീൻ പൊരിച്ചതും ഇത്രയും കൂട്ടിയിട്ട് വേഗം ചോറ് വയ്ക്കാൻ നിന്നു. അപ്പോഴത്തേക്ക് ഉണ്ണിയും വന്നു. നമ്മളെല്ലാവരും കൂടിയിട്ട് വേഗം ചോറെല്ലാം വഹിച്ചു. അപ്പോൾ ഞാൻ അന്നേ ഒരു പാൽപ്പാടയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതൊന്ന് ഉരുക്കിയെടുക്കാൻ വിചാരിച്ചിട്ട് വേഗം കുറച്ച് വണ്ണിയാക്കി നെയ്യും ആക്കി. അപ്പോഴാണ് ഈ മസ്ക ബണ്ണിൻ്റെ ഓർമ്മ വന്നത്. അപ്പോൾ കുറച്ച് ബട്ടർ എടുത്തിട്ട് വേഗം ബണ്ണെല്ലാം പൊരിച്ചെടുത്തു. എന്നിട്ട് വേഗം അതിൻ്റെ ഫില്ലിങ് ആക്കാൻ വിചാരിച്ചു. അപ്പോൾ കുറച്ച് ബട്ടറിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ എന്തെന്നിപ്പോൾ വാനില എസൻസ് ഇട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തു. അങ്ങനെ ബണ്ണിനെ നടുവിലേക്ക് കയറിയിട്ട് അതിലത്തേക്ക് ഇത് ഫില്ലിങ് ആക്കി കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. അടിപൊളി സാധനം, മസ്റ്റ് ട്രൈ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡെല്ലാം വിചാരിച്ചിട്ട് പിന്നെ ഇത് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഒരു ഇറാനി ചായയും സെറ്റാക്കാൻ വിചാരിച്ചു. അപ്പോൾ വേഗം തന്നെ കുക്കറിൽ കുറച്ച് വെള്ളവും ചായപ്പൊടിയും പിന്നെ ഏലക്കാപ്പൊടിയും ഇട്ടിട്ട് ഒരു വിസിലടുപ്പിച്ചു. പിന്നെ ഒരു പാത്രത്തിൽ പാലും മിൽക്ക് മെയ്ഡും ഇട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചു. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാകുമ്പോൾ ഇറാനി ചായ റെഡിയായി. അങ്ങനെ ഈ ബണ്ണിയിൽ മുക്കി കഴിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും മാറി മാറി മുക്കി കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ. പക്ഷേ സംഭവം അടിപൊളി തന്നെ. അമ്മക്കും മേഘൂനെല്ലാം ഇഷ്ടമായി, രണ്ടാളും തലയിലാട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചായയെല്ലാം കുടിച്ചിട്ടാകുമ്പോൾ പിന്നെ വിചാരിച്ചു മഞ്ഞൾ ഡപ്പിലെല്ലാം അടയാക്കാൻ വിചാരിച്ചു. അങ്ങനെ വേഗം മഞ്ഞൾ ഡപ്പിലെല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ട് വേഗം അടക്ക് മാവ് അരച്ചത് കുറച്ച് ലൂസായിപ്പോയി. അങ്ങനെ അതിനെ ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് പരത്തേണ്ട ഇതായിപ്പോയി. അങ്ങനെ വേഗം പിന്നെ പരത്തിയെടുത്തു. മേഘു പരത്തുമ്പോൾ ഞാൻ വെല്ലം ചിരണ്ടാറുന്നു. അങ്ങനെ അമ്മ തേങ്ങ ഏരി തന്നു. മൂന്നാളും കൂടിയിട്ട് വേഗം പണിയാക്കി. അപ്പോൾ ഇന്നത്തെ രാത്രിക്കേക്കുള്ള ഫുഡ് അടാന്ന് പറഞ്ഞിട്ട് വേഗം അടയും തീരുമാനിച്ചു. ഏതായാലും സന്ധ്യ ആയി ഇതാക്കുമ്പോൾ തന്നെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.